ഈ വൈറ്റനിങ് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഹോം ബ്ലീച്ചിങ്ങും ഒന്ന് ഇൻ ഓഫീസ് ബ്ലീച്ചിങ്. ഹോം ബ്ലീച്ചിങ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് പേഷ്യൻ്റ്. ഇൻ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻ്റൽ ക്ലിനിക്കിൽ പോയി ചെയ്യുന്നത്. നമ്മളിതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മുടെ പല്ലിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് സ്റ്റെയിൻസ് ആണ് നമുക്കെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ചിലത് എക്സ്ട്രിൻസിക് എന്ന് പറയും, അതായത് പുറമെ മാത്രമായിട്ട് ബാധിച്ചിരിക്കുന്നത്. ചിലത് ഇൻട്രിൻസിക് ആയിരിക്കും, ഉള്ളിലുള്ള സ്റ്റെയിൻസ് ആയിരിക്കും. ഈ ഉള്ളിലുള്ള സ്റ്റെയിൻസ് നമുക്ക് പോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനൊക്കെ നമ്മൾ ആദ്യം ചെയ്യുന്നത് മുഴുവൻ സർഫസും ക്ലീൻ ചെയ്ത് നോക്കും. അപ്പോൾ എക്സ്റ്റെൻസിക് ആയ കുറേ സ്റ്റെയിൻസൊക്കെ അതിൽ മാറിക്കിട്ടും. ചിലർക്ക് പല്ലിൻ്റെ അകത്ത് പല്ല് ചിലപ്പോൾ ഡെഡ് ആവുമ്പോൾ പല്ലിൻ്റെ കളർ ഇത്തിരി യെല്ലോ ആവും, പിന്നീട് അത് ബ്രൗൺ ഒക്കെ ആവുന്നവരുണ്ട്. അത് ശരിക്കും നമ്മുടെ ഒരു വൈറ്റനിങ് വെച്ചിട്ടും അത് കറക്റ്റ് ആവില്ല. അതിന് നമുക്ക് ചെയ്യേണ്ടത് വാക്കിംഗ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ബ്ലീച്ചിങ് തന്നെയാണ് ചെയ്യേണ്ടത്. ആ പല്ലിൽ റൂട്ട് കനാൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാക്കിംഗ് ബ്ലീച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഹോം ബ്ലീച്ചിനും ഇൻ ഓഫീസ് ബ്ലീച്ചിങ്ങിനും പറ്റി ഞാൻ പറയാം. ഹോം ബ്ലീച്ച് നമ്മൾ വളരെ മൈൽഡായിട്ടുള്ള കേസസിൽ പേഷ്യൻറ്റിന് ഒരു ട്രേ കൊടുത്തു വിടും. ആ ട്രേയിൽ നമ്മൾ വൈറ്റനിങ് ജെല്ല് അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ചില ബ്രാൻഡ്സിനൊക്കെ ഡേ വൈറ്റും ഉണ്ട്, നൈറ്റ് വൈറ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. ഡേ വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു അരമണിക്കൂറിലൊക്കെ റിസൾട്ട് കിട്ടാവുന്ന ടൈപ്പ് ഒരാഴ്ചയ്ക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും കൊടുക്കുന്നത്. നൈറ്റ് വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ അവർ യൂസ് ചെയ്യേണ്ടി വരും. അവർക്ക് കുറച്ചും കൂടി ഡാർക്കറായ യെല്ലോയിഷ് ടീത്ത് ആയിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു 4 hours അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി മുഴുവൻ ആ ട്രേയിൽ മരുന്ന് അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങേണ്ട ഒരു രീതിയിലായിരിക്കും അവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് ഇൻ ഓഫീസ് ബ്ലീച്ചിങ് വരുമ്പോഴത്തേക്കും ഈ യൂസ് ചെയ്യുന്ന ജെല്ല് നമ്മൾ മോണയിലൊക്കെ പെടാണ്ട് മോണേനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. നേരെ മറിച്ച് ഹോം ബ്ലീച്ചിൽ നമ്മൾ വളരെ സേഫായിട്ടുള്ള രീതിയിലായിരിക്കും കൊടുത്തു വിടുന്നത്. കാരണം അതിൻ്റെ എഫക്റ്റ് കുറവാണ്. കാരണം ആ മെഡിസിൻ ആണെങ്കിലും കുറച്ച് മൈൽഡ് വേർഷൻ ആയിരിക്കും. ക്ലിനിക്കിൽ വരുമ്പോഴത്തേക്കും നമുക്കതിൽ കറക്റ്റ് കോൺസെൻട്രേഷൻ ഉള്ളത് യൂസ് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ നമുക്കിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൂം വൈറ്റനിങ് എന്നുള്ളൊരു മെത്തേഡും കൂടിയുണ്ട്. സൂം വൈറ്റനിങ്ങിൽ നമ്മളിതുപോലെ ഗംസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ലൈറ്റ് ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു വൈറ്റനിങ് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു വൈറ്റനിങ്ങിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പല അപ്പോയിൻമെൻറ്റ്സോ കൂടുതൽ മണിക്കൂറോ എടുത്ത് കിട്ടുന്നത് ലെസ് ദാൻ ആൻ അവറിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്റ്റെയിൻസ് ഉള്ള ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വാഷ് ചെയ്ത് കളയും. ഇടയ്ക്ക് ഒരു പാച്ചപ്പ് കിറ്റിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ചിലർക്ക് ജനറ്റിക്കലി കളർ നല്ല യെല്ലോയിഷ് ആയിരിക്കും. അവർക്ക് ഒരു പരിധി വരെയൊക്കെയാണ് ചിലപ്പോൾ ഇതിൽ വ്യത്യാസം വരില്ലൂ. അവർക്ക് കുറച്ചും കൂടി പെർമനൻ്റ് ആയിട്ടുള്ള വെനിയേഴ്സ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ് അവരുടെ പല്ല് വൈറ്റായിട്ട് നിലനിർത്താൻ.